അപ്പം നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് ഞാനിത് ഫ്രഷ് ക്രീമാണ് ഒഴിക്കണേ. ഇപ്പം നമുക്ക് നാട്ടിൻ പ്രദേശങ്ങളിലൊന്നും ഫ്രഷ് ക്രീം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് അല്പം തൈരാണ് ഒഴിക്കുന്നത്. തൈര് ഒഴിച്ചാൽ ഈ മക്കിയോയൊക്കെ അതിൻ്റെ മസാലകളുടെയൊക്കെ ആ ഒരു ചെറിയൊരു കയ്പയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറി കിട്ടും. ഇഷ്ടമുള്ളവർ ഒഴിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവർ ഒഴിക്കേണ്ട, അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. അപ്പം ഞാനിതിങ്ങനെ ഫ്രഷ് ക്രീമാണ് നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം നമുക്ക് ഗ്രാമപ്രദേശത്തിലൊക്കെ അത് കിട്ടാൻ പാടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒഴിച്ചത്. തൈര് ഒഴിച്ചാൽ മതി, പുളിക്കാത്ത തൈര് ഒഴിക്കണം, പുളിച്ച തൈര് ഒഴിക്കരുത്. പിന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഹലോ, നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടർ പനീരാണ്. അത് നമ്മുടെ കേരള സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നമുക്ക് നോർത്ത് ഇന്ത്യൻ മസാലകളൊന്നും നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും പിടിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നാട്ടിലെ സ്റ്റൈലിൽ, കേരള സ്റ്റൈലിൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് കറിയേ ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ ഓണിയൻ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പനീർ കറി വയ്ക്കുമ്പോൾ വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഒരു ടൊമാറ്റോയുടെ പ്യൂരി ഉണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്ര സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ കറിയാണ്. ഒരു 10 മിനിറ്റ് കൂടെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഈ പനീരൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ ഫ്രൈ ഒന്ന് ബ്രൗൺ കളറായാൽ മതി കേട്ടോ. ഇത് ഫ്രൈ ചെയ്തിട്ട് കുറച്ചൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട്. പച്ചയ്ക്ക് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ പനീറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് ഊരാം. നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ സ്പൂൺ കൊണ്ടൊക്കെ എടുക്കണം കേട്ടോ. എനിക്കൊക്കെ പിന്നെ സ്ഥിരം ചെയ്ത് പിന്നെ ഉള്ള കാരണം കൊണ്ടാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ മാറ്റണ്ട, അതിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഉള്ളി അതൊക്കെ വഴറ്റാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ഇതിൽ കടുകിടില്ല, അതിന് പകരം നമുക്ക് കുറച്ച് ജീരകം ഇടാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇടണം. സവാള ഇതിന് സവാള കുറച്ച് കൂടുതൽ വേണം. നമുക്കൊരു വലുത് കഴിയുമ്പോഴേ അല്ലെങ്കിൽ ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മസാലപ്പൊടികൾ ഇടാം. മഞ്ഞൾപ്പൊടി,
മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ശകലം ജീരകപ്പൊടി. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇടാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇടാവും കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന ടൊമാറ്റോ പൊടി, ഇത് ടൊമാറ്റോ വെള്ളത്തിൽ മുകളിലൊരു വരയിട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ഒരു 2 മിനിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് തൊലി പൊളിച്ച് കളഞ്ഞിട്ട് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ടൊമാറ്റോ പൊടി ഉണ്ടാകുന്നത്. ഇങ്ങനെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിടം വരെ നോക്കണം കേട്ടോ. ഈ വെള്ളമൊക്കെ പറ്റി, ടൊമാറ്റോയിലെ വെള്ളമൊക്കെ പറ്റി എണ്ണ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞ് വന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഇടാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ പനീറിനകത്ത് പ്രോട്ടീനുള്ള കാരണം കൊണ്ട് നല്ല ഭക്ഷണം. എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ മസാലയൊക്കെ മൂത്തെന്നറിയണം. മൂത്തെന്നറിയാനുള്ള എളുപ്പമാണ്. എനിക്ക് നമ്മളിതിങ്ങനെ ഇളക്കി ഇളക്കി വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ ഉരുണ്ട് ഒരു ഇതുണ്ട്, ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് നല്ല ഒരു ഇതുണ്ട്, ഇങ്ങനെ ഒരു ബോൾ പോലെ ഇതുണ്ട്. അപ്പോഴാണ് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നമുക്ക് അറിയാൻ പറ്റുന്നത്. വെള്ളമൊക്കെ ഇങ്ങനെ വരാൻ പറ്റില്ല. വെള്ളം പറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെ നല്ല കണ്ടോ, പാത്രത്തിൻ്റെ അരിയിൽ നിന്നൊക്കെ വിട്ട് പോകുന്ന എല്ലാം കണ്ടോ. പാത്രം നല്ല നീറ്റായിട്ട് നിൽക്കുക. അതാണ് പാവം കേട്ടോ. നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം, ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നുണ്ടോ. ഇതിലേക്ക് നമുക്ക് മട്ടർ ഇടാം. മട്ടർ ഇട്ട് മൂടി വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. മട്ടർ വേവട്ടെ കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. ഇപ്പം നമ്മുടെ പട്ടാണി വെന്തിട്ടുണ്ട്. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണം പനീരിടാം. ഇതിപ്പോൾ ഞാനിവിടെ 2 ഗ്രാം പനീര് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 2 പേരെ ഇവിടെ ഉള്ളൂ. കഴിക്കാൻ ആളില്ലാത്ത കാരണം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അതിനനുസരിച്ച് കൂടുതലെടുക്കാം. ഇതിപ്പോൾ ഞങ്ങൾ 2 പേരെ ഇവിടെ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇപ്പോൾ ഒരു 100 ഗ്രാമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അളവിനനുസരിച്ച് എടുക്കുക. പിന്നെയും നമുക്ക് ഒന്നോടെ ഒന്ന് മൂടി വയ്ക്കാം. കറിയുടെ ചാറൊക്കെ കുറി ഒന്നും തോന്നുന്നു. ഇനി നമുക്കിതിലേക്ക് അല്പം ഗരം മസാല ഇടാം. ഗരം മസാലയുടെ സ്മെല്ല് എല്ലാവർക്കും ഒന്നും ആവാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ഇട്ടെ മൂടി വെച്ചു. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് ഉണങ്ങിയ ഉലുവയുടെ ഇലയാണ്. അത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് അതിലേക്കിടാം. അതൊരു പ്രത്യേക മണം ടേസ്റ്റ്. ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. പിന്നെ ഇതില്ലാന്ന് വിചാരിച്ച് കളയുന്നത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കാരണമായിട്ടുള്ളതാണ്. ഇത് ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല. പിന്നെ മല്ലിയില ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സാധാരണ കറിവേപ്പില ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. സാധാരണ രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു. ഉണ്ടാവും ചാറൊക്കെ പോയി നല്ല കറി ആയിക്കണ്ടോ. ഇത് ചാറൊന്നുമില്ല. നല്ല പച്ച കുറുവയുണ്ട്. ചാറോട് കൂടി നല്ല കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. താങ്ക് യു. നമുക്കിനി നമ്മുടെ കറിയുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു 2 പേരൊക്കെ ഉള്ള ആൾക്കാർ താമസിക്കുന്ന വീടാണെങ്കിൽ നമുക്കൊരു ഇതുപോലെ ഒരു 100 ഗ്രാം പനീരും ഒരു കപ്പ് ഗ്രീൻ പീസും കിട്ടും. ഗ്രീൻ പീസ് സൂപ്പർ മാർക്കറ്റിൽ ഫ്രോസൺ ഗ്രീൻ പീസ് മേടിക്കാൻ കിട്ടും. അപ്പോൾ എല്ലാവരും മേടിച്ചുണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അതിൻ്റെ മുകളിലേക്ക് ഞാനിത് ഫ്രഷ് ക്രീമാണ് ഒഴിക്കണേ. ഇപ്പം നമുക്ക് നാട്ടുപ്രദേശങ്ങളിലൊന്നും ഫ്രഷ് ക്രീം കിട്ടാനില്ലാത്ത കാരണമാണ് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് അല്പം തൈരാണ് ഒഴിക്കണേ. തൈര് ഒഴിച്ചാൽ ഈ മക്കിയൊക്കെ അതിൻ്റെ മസാലകളുടെയൊക്കെ ആ ഒരു ചെറിയൊരു കയ്പയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറി കിട്ടും. ഇഷ്ടമുള്ളവർ ഒഴിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവർ ഒഴിക്കേണ്ട. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഫ്രഷ് ക്രീമാണ് നോർത്ത് ഇന്ത്യക്കാരൊക്കെ ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ഫ്രഷ് ക്രീം നമുക്ക് ഗ്രാമപ്രദേശത്തിലൊക്കെ അത് കിട്ടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒഴിച്ചത്. തൈര് ഒഴിച്ചാൽ മതി. പുളിക്കാത്ത തൈര് ഒഴിക്കണം, പുളിച്ച തൈര് ഒഴിക്കരുത്. പിന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.